ഒരിക്കൽ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം ആറാട്ടിന് കൊണ്ടുപോയപ്പോൾ വിഗ്രഹം കടലിൽ മുങ്ങിപ്പോയത്രേ. ഇത് കണ്ട ഒരു മനുഷ്യൻ തന്റെ ജീവൻ പണയം വെച്ച് കടലിന്റെ ആഴങ്ങളിൽ മുങ്ങിപ്പോയി ആ വിഗ്രഹം കൊണ്ടുവന്ന ക്ഷേത്രം തന്ത്രിക്ക് സമർപ്പിച്ചു അത്രേ. അപ്പോൾ ആ തന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു, നീ എത്ര ആഴത്തിൽ പോയാണോ ഭഗവാനെ വിഗ്രഹം കൊണ്ടു കൊടുത്തത്, അത്രയും ഉയർച്ചയിൽ നിന്റെ കുടുംബം പ്രശസ്തമാകും, ഉയർന്നു വരും. അന്ന് കടലിൽ മുങ്ങി വിഗ്രഹം കൊടുത്തത് ISRO സയന്റിസ്റ്റും ഇന്ത്യൻ പ്രസിഡന്റുമായ APJ അബ്ദുൽ കലാം സാറിന്റെ അച്ഛനായിരുന്നു. അമ്പലങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാനെല്ലാം എന്തിന് ഇത്രയും പൈസ ചെലവാക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഈ കഥ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. ഒരു ക്ഷേത്രം നശിച്ചു കിടക്കുന്ന അവസ്ഥ എന്തൊരു വേദനാജനകമാണല്ലേ. പല കാരണങ്ങൾ കൊണ്ടും ക്ഷേത്രങ്ങൾക്ക് നാശം സംഭവിക്കാം. എന്നാൽ പുനരുദ്ധാരണം ചെയ്യാനും ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി തന്നാൽ കഴിയുന്നത് ഒരു ഭക്തൻ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഗുണങ്ങൾ കൂടെ നമ്മൾ അറിയാതെ പോകരുത്. സത്യം പറഞ്ഞാൽ ഒരു ക്ഷേത്രം ക്ഷയിക്കുമ്പോൾ അഭിവൃദ്ധി ഇല്ലാതെ പോകുന്നത് ആ നാടിനും ജനങ്ങൾക്കും തന്നെയാണ്. ധർമാപചയവും ആധ്യാത്മിക ശോഷണവുമാണ് അവിടെ സംഭവിക്കുന്നത്. ആ നാടിന്റെ തലമുറ വരെ നാശത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നത് നാം കാണാൻ ഇടവരും. മനസ്സറിഞ്ഞ ഭഗവാന് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് വേണ്ടി നിങ്ങളാൽ ആവുന്നത് സമർപ്പിക്കുമ്പോൾ സത്യത്തിൽ ആ ഭഗവാന്റെ മുഖപ്രസാദം വീണ്ടെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രകാരം ചെയ്യുന്നവർക്കും അവരുടെ വരും തലമുറയ്ക്കും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും അഭിവൃദ്ധിയും കൈവരുന്നു. ഒരു ഭജനമഠമായി കിടന്ന പഴുപ്പത്തൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇന്ന് നവീകരണത്തിന് ആവശ്യമായ ഫണ്ടിന് വേണ്ടി സമാഹരണ പ്രവർത്തനങ്ങളിലാണ്. നിങ്ങളാൽ ആവുന്നവണ്ണം ഒരു ചെറിയ തുക ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ വരും തലമുറയ്ക്കും കൈവരുന്നതാണ്. ഭഗവാൻ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്ഷേത്രം പ്രസിഡന്റിന്റെ നമ്പർ ഞാൻ അതിനോടൊപ്പം പിൻ ചെയ്യാം.